സംസ്ഥാനത്തെ ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന് വ്യാഴാഴ്ച കാഞ്ഞങ്ങാട്ട് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കും. ഉദ്ഘാടന പരിപാടിയുടെ മുന്നോടിയായി നഗരത്തിൽ സംഘാടക സമിതി നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് സംസ്ഥാനത്ത് ഈ വർഷം സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം നടത്തുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 15 വരെ നടക്കുന്ന പക്ഷാചരണം ഒക്ടോബർ 2 വ്യാഴാഴ്ച പകൽ 12 മണിക്ക് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഭാഗമായാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തിയത്. പുതിയ കോട്ടയിൽ നിന്നും ആരംഭിച്ച ജാഥ കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നീങ്ങിയ ജാഥ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ സാഘോഷമുള്ള വരവിളിയായി മാറി. ഈ ഒരു മേളയോടനുബന്ധിച്ച് തന്നെ ഈ ഒരു പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ വകുപ്പുകൾക്ക് ആ 3 മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം നടപ്പിൽ വരുത്തുന്നത്. 5000 പേർക്ക് ഡിസംബർ 31 ആവുമ്പോഴത്തേക്കും തൊഴിൽ നൽകുക, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുക, മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികളോടെ, അതുപോലെ തന്നെ ABCD നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കി വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള ആധികാരിക രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്ന തരത്തിലുള്ള സംവിധാനം അതെല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെയൊക്കെ പൂർത്തീകരണ പ്രഖ്യാപനം അടക്കം ഈ ഒരു സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, K അനീഷൻ, KV സരസ്വതി, K പ്രഭാവതി, കൌൺസിലർമാരായ പള്ളി K രാധാകൃഷ്ണൻ, മായാകുമാരി, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരായ PC അയ്യപ്പൻ, OP രാധാകൃഷ്ണൻ, K മധുസൂദനൻ, KV രാഘവൻ, P മിനി തുടങ്ങിയവർ ജാഥയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.